തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. അമ്മ ബാലൻ്റെ കരങ്ങളിൽ ഇളയ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് പോയി. പോകുമ്പോൾ ബാലനോട് പറഞ്ഞു, സാലിമോളെ നന്നായിട്ട് നോക്കണം കേട്ടോ. അമ്മ പോയി ആ കുഞ്ഞ് അവൻ്റെ കരങ്ങളിലിരുന്ന് ഉറങ്ങി. ആ കുഞ്ഞിനെ അവൻ അവിടെ കിടത്തിയതിന് ശേഷം ഈ ബാലൻ ആ വീട്ടിലുണ്ടായിരുന്ന മഷിക്കുപ്പികൾ, വിവിധ വർണ്ണങ്ങളുള്ള മഷിക്കുപ്പി എടുത്ത് അവൻ്റെ മനസ്സിൽ ഒരാഗ്രഹം, ഈ സാലിയെ ഒന്ന് വരയ്ക്കണം, ചിത്രം വരയ്ക്കണം. അവൻ ആ ബ്രഷുകളെടുത്ത് ഉറങ്ങുന്ന ഈ കുഞ്ഞ് സാലിയെ നോക്കി അവനിങ്ങനെ ചുവരിൽ ചിത്രം വരയ്ക്കാനായിട്ട് തുടങ്ങി. ചിത്രം വരച്ച് കുറേ സമയം കഴിഞ്ഞപ്പോൾ പുറത്തുപോയ അമ്മ തിരികെ വന്നു. അമ്മ തിരികെ എത്തുമ്പോൾ ആദ്യം കണ്ടത് ഈ മഷിക്കുപ്പികളൊക്കെ ചിതറി അവിടെ കിടക്കുന്നു. വീട് വളരെ വൃത്തിഹീനമാണ്. ചുവരിൽ നോക്കുമ്പോൾ സാലി എന്ന കൊച്ചു കുഞ്ഞിനെ ഈ ബാലൻ വരച്ചിരിക്കുന്നു. അമ്മയ്ക്ക് രണ്ട് കാര്യങ്ങളും മനസ്സിലായി. വീട് ചുറ്റുപാടുകൾ വൃത്തിഹീനമായി കിടക്കുന്നു, ഒപ്പം തൻ്റെ മകൻ എന്തൊക്കെയോ വരച്ച് തൻ്റെ കൊച്ചു കുഞ്ഞിനെ വരച്ചിരിക്കുക. അമ്മ പെട്ടെന്ന് ആ ചിത്രത്തിലേക്ക് കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് ബാലനോട് പറഞ്ഞു, ഇത് നമ്മുടെ സാലിയല്ലേ? സാലിയെപ്പോലെ തന്നെ ഇരിക്കുന്നു ഈ ചിത്രം. ആ ബാലൻ്റെ നെറുകയിൽ ചുംബിച്ചു. പ്രിയമുള്ളവരെ, ഈ ബാലൻ പിൽക്കാലത്ത് വലിയൊരു ചിത്രകാരനായി മാറി. വലിയൊരു ചിത്രകാരനായിട്ട് മാറി. പിന്നെ അവൻ പറയുന്നത്, എൻ്റെ അമ്മയുടെ സ്നേഹത്തോടെയുള്ള ചുംബനമാണ് എന്നെ ചിത്രകാരനാക്കി മാറ്റിയത്. ചുറ്റുപാടുകൾ വേണമെങ്കിൽ ഈ അമ്മയ്ക്ക് രണ്ട് നിലപാടുകൾ എടുക്കാമായിരുന്നു. ആദ്യം കണ്ട ഈ മഷിക്കുപ്പികളൊക്കെ തറയിൽ വീണ് കിടക്കുന്നു, ചുറ്റും അല്പം വൃത്തിഹീനമായി കിടക്കുന്നു. അതെടുത്തുകൊണ്ട് ആ പ്രശ്നത്തെ എടുത്ത് ഈ ബാലനോട്, ഈ മകനോട് വേണമെങ്കിൽ കയർക്കാം, കുറ്റപ്പെടുത്താം, അടി കൊടുക്കാമായിരുന്നു. എന്നാൽ അമ്മ ആത്മസംയമനത്തോടെ, പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ ഈ പ്രശ്നത്തെ നന്നായി കണ്ടുകൊണ്ട് ആ ചിത്രം വരച്ച മകനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സാലിയെപ്പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു ബാലനെ പ്രോത്സാഹിപ്പിച്ച് നെറുകയിൽ ചുംബിച്ചപ്പോൾ അവൻ്റെ ഉള്ളിലെ ചിത്രകാരൻ പുറത്തേക്ക് വളരുവാനായിട്ട് തുടങ്ങി. പിന്നെ അറിയപ്പെടുന്ന ഒരു വലിയ ചിത്രകാരനായിട്ട് അവൻ മാറി. പ്രിയമുള്ളവരെ, തോമസ് ആൽവ എഡിസനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് അതുതന്നെയല്ലേ? തോമസ് ആൽവ എഡിസൺ അവൻ്റെ കളിക്കൂട്ടുകാർ അവനെ കുറ്റപ്പെടുത്തി, കളിയാക്കി, അവനെ കളിക്കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവൻ്റെ അധ്യാപകരും തോമസ് ആൽവ എഡിസൻ്റെ കുറവ് കുറ്റപ്പെടുത്തിക്കൊണ്ട് അവനെ പുറത്താക്കി. എന്നാൽ അമ്മ, തളർന്നു കിടക്കുന്ന ഈ ബാലനെ അമ്മ സ്നേഹത്തോടെ ചുംബിക്കുന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർന്നൊഴുകുന്നത് കണ്ടിട്ട് അമ്മ തോമസ് ആൽവ എഡിസനോട് പറഞ്ഞു, ഇടാ, നിൻ്റെ കളിക്കൂട്ടുകാർക്കും നിൻ്റെ അധ്യാപകർക്കും നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്കറിയാം നിന്നെ. നീ വലിയവനാകാനുള്ളവനാണ്. നീ പഠിച്ച് വലിയവനാകും. നീ വലിയ മനുഷ്യനായിട്ട് മാറും. ലോകം അറിയപ്പെടുന്ന മനുഷ്യനായി
നീ മാറും, അമ്മയ്ക്ക് നിന്നെ അറിയാം. അമ്മയുടെ ഈ പ്രോത്സാഹനം തോമസ് ആൽവ എഡിസനെ കൂടുതൽ കരുത്തുള്ളവനാക്കി മാറ്റി, കൂടുതൽ അധ്വാനശീലമുള്ളവനാക്കി മാറ്റി. അവൻ വീട്ടിലിരുന്ന് പഠിച്ചു. അവസാനം ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് അവൻ ബൾബ് കണ്ടുപിടിച്ചു. അവനെ ആട്ടി പുറത്താക്കിയ കളിക്കൂട്ടുകാരും ഇവൻ മണ്ടനാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പറഞ്ഞയച്ച അധ്യാപകരും ഇന്ന് അതേ വെട്ടത്തിൽ ഇരുന്നു കൊണ്ട് പുസ്തകങ്ങളിൽ പഠിക്കുന്നു മഹാനായ തോമസ് ആൽവ എഡിസൺ. നമുക്കാരെയും മണ്ടനെന്ന് കുറ്റക്കാരാക്കി വിധിച്ച് തള്ളാതിരിക്കാം. ചുറ്റുപാടുകളിലുള്ള വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കണ്ട് ആരെയും വിഷമിപ്പിക്കാതിരിക്കാം. സ്നേഹത്തോടെ ചുംബിച്ച് നമുക്കവരെ വലിയവരാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.